ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളെല്ലാം എല്ലാവരും തുടങ്ങിയെന്നറിയാം. അപ്പോൾ നമുക്ക് ക്രിസ്മസിനെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്രോഷിയോടെ ഡെക്കോർ ഐറ്റം ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഒരു കോസ്റ്ററാണ്, ഒപ്പം തന്നെ നമുക്കൊരു ഡെക്കോർ പീസായിട്ട് നമുക്കിത് വെക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾസോ ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു 2 എണ്ണമൊക്കെ ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഒരു നല്ല പീസായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് ഹാൻഡ് വാഷ് ചെയ്യാം. നമുക്കതിൽ വല്ല കറയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ എടുത്ത് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. തുടങ്ങിയാലോ? അപ്പോൾ ഇതിന് വേണ്ട ത്രെഡ് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാം. വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 8 പ്ലേയുടെ യാണാണ്. ഇതാ ഈ യാൺസാണ് കേട്ടോ. കോട്ടൻ്റെ ആണ്. റെഡ്, ഗ്രീന്, ഇങ്ങനെ 3 എണ്ണമാണ്. റെഡ് വളരെ കുറവ് മാത്രം മതി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാൻ വേണ്ടി മാത്രം മതി, റിബൺ പോലെ. പിന്നെ ഗ്രീനും വൈറ്റും ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഞാനിവിടെ ഇന്നിപ്പോൾ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാജിക് നീഡിലിൻ്റെ ഇതിൽ നിന്ന് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്നത് 8 പ്ലേയുടെ യാണാണ്. 4 പ്ലേയുടെ യാൺ വെച്ചിട്ടും നമുക്കിത് സുഖമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൈസിലൊരു കുഞ്ഞു വ്യത്യാസം വരും, ചെറിയൊരു സൈസാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. മാജിക് റിംഗ് ഇടാനായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമ്മൾ മാജിക് റിംഗ് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്തു. ഇനി ഈ റിങ്ങിൽ ബാക്കി 11 DC ചെയ്യണം, അതായത് 11 ഡബിൾ ക്രോഷ്യോ ചെയ്യണം. ഇത് ഒരു ഡബിൾ ക്രോഷ്യോ ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 12 DC ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 11 DC ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഈ റൗണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. 1 2 3 4 5. ഇത് വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ ചെറുതാക്കി കൊടുക്കാം, ഈ റിങ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 6 7 8 9 10 11. നമ്മളൊന്നും കൂടി എണ്ണി നോക്കണം. 11 എണ്ണം തന്നെ, 12 എണ്ണം, ടോട്ടൽ 12 എണ്ണം വന്നിട്ടില്ല എന്നുള്ളത്. 1 2 3. നമുക്കിത് എണ്ണുന്നത് അറിയാത്തവർക്കാണ് എണ്ണി കാണിക്കുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. ആദ്യത്തെ 3 ചെയിൻ അടക്കം കൂട്ടി 12 എണ്ണം കേട്ടോ. ഇനി നമുക്ക് ഈ റിങ്, ഈ റൗണ്ട് പിടിച്ചിട്ട് ഈ ത്രെഡ് പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുന്ന അതേ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ 3ാമത്തെ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതാ, അപ്പോൾ ഒരു ചെറിയ റൗണ്ട് കിട്ടി നമുക്ക്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 1 2 3 എണ്ണം മുകളിലോട്ട് ചെയ്തു. സെയിം ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഒരു DCയും കൂടി ചെയ്യുക. അപ്പം ഈ 3 ചെയിൻ നമ്മൾ ഒരു DC ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 2 DC ആയി. അടുത്ത ചെയിനിൽ 2, അടുത്ത ചെയിനിൽ 2, അങ്ങനെ എല്ലാ സ്റ്റിച്ചുകളിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്യണം. അപ്പോൾ 12 എണ്ണം ചെയ്യും. ഇത് ആദ്യത്തെ റൗണ്ട് നമുക്ക് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും 2 എണ്ണം വീതം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. ഇതാ 1 2. ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് കറക്റ്റ് എണ്ണമൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് ഞാൻ ചെയ്ത് കറക്റ്റാണോ എന്നുള്ളത് ഇവിടെ ഡൗട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് എണ്ണി നോക്കുക. ഇപ്പം നമ്മൾ 2 എണ്ണം ചെയ്തു. 3 4 5 6 7 8 9 10 11 12. കണ്ടോ, കറക്റ്റ് എണ്ണം കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ലാസ്റ്റ് 24 എണ്ണം ചെയ്തിട്ട് കാണാം.
ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരെണ്ണം മാത്രമായിട്ട് വന്നിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 എണ്ണം. ലാസ്റ്റത്തെ ഇതിലാണ് നമ്മൾ ഇനി 2 എണ്ണം ചെയ്യേണ്ടത്, 23 24. അപ്പോൾ എൻ്റെ റൗണ്ട് വീഡിയോകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും റൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റത്തെ വരുന്ന ഒരു ചെയിനെ ഇങ്ങോട്ടും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഇതിൽ ഞാൻ അതൊന്ന് ചെയ്യാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുന്ന ഇതിൽ തന്നെയാണ് 2 എണ്ണം അടുപ്പിച്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ. പക്ഷെ നെക്സ്റ്റ് റൗണ്ടിൽ ആ ഗ്യാപ്പ് ഇല്ല, നമുക്ക് അങ്ങനെ അധികം വിസിബിളായിട്ട് കാണത്തില്ല ആ ഗ്യാപ്പ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന സ്റ്റിച്ച് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവർ. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഭയങ്കര കുറവായിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ അടുത്തത് 1, അടുത്ത രണ്ടാമത്തത് ഇവിടെ തന്നെ ചെയ്യേണ്ടതിന് പകരം അടുത്ത ഇതിൽ നമ്മൾ ചെയ്യാം 2 കണ്ടോ. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് കണ്ടല്ലോ. ഇനി ഇവിടുന്ന് 3 ചെയിൻ ചെയ്യുക. അവിടെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം, 2 എണ്ണം പ്ലസ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. റൗണ്ട് പാറ്റേൺ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ ആദ്യം 12 എണ്ണം ചെയ്തു, അടുത്ത എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്തു. മൂന്നാമത്തെ റൗണ്ട് വരുമ്പം റൗണ്ട് വലിപ്പം വെപ്പിച്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 2 1 2 1 എന്നുള്ള പാറ്റേണിൽ വേണം ചെയ്തു പോകാൻ. ഇപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്തു. പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ സ്റ്റിച്ച്. ഇവിടെ ഒരെണ്ണം ചെയ്യാം. പിന്നെ അടുത്തതിൽ 2 എണ്ണം ചെയ്യാം. അടുത്തതിൽ ഒരെണ്ണം ചെയ്യാം. ഇങ്ങനെ ഈ പാറ്റേണിലാണ് നമ്മൾ ഇത് അടുത്ത റൗണ്ട് ഫുള്ള് വരുന്നത്. പിന്നെ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, ചേച്ചി ഞങ്ങൾ ചെയ്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ടല്ല വരുന്നത്, മാറ്റ് പോലെയായിട്ട് പടർന്ന് കിടക്കുന്നില്ല, ഇതിങ്ങനെ മുകളിലോട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സ്റ്റിച്ച് ടൈറ്റായിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ലൂസാക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തുടക്കം തൊട്ടേ എത്ര ലെങ്ത്തിലാണ് ഡബിൾ ക്രോഷ്യോയ്ക്ക് എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലാ സ്ഥലത്തും ഒരുപോലെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അടുത്തതിൽ 2 എണ്ണം, പിന്നത്തേതിൽ ഒരെണ്ണം, ഇങ്ങനെ അവസാനം വരെ എത്തുക. ഇത് കണ്ടോ, ഞാനിങ്ങനെ തയ്ച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ ത്രെഡിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് ഇങ്ങോട്ട് പോയപ്പോഴും ത്രെഡിനൊരു ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് എനിക്ക് വേറെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എക്സ്ട്രാ ത്രെഡൊക്കെ ഇങ്ങനെ വരികയാണ്, നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ത്രെഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വിടുന്നതെന്നുള്ള കാര്യം കൂടി കാണിച്ചു തരാം ഈസി ആയിട്ട് കേട്ടോ. നമ്മളിതിൻ്റെ ഈ ഭാഗം ഇവിടെ വെച്ച് ത്രെഡ് നമ്മൾ കട്ട് ചെയ്യാം. ഇതിൻ്റെ ഏത് ഡാമേജ് ആയിട്ടുള്ള വന്ന ഭാഗത്തിൻ്റെ അവിടെയും വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതും തമ്മിൽ നമ്മൾ കെട്ടിട്ടിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ത്രെഡ് ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. ഈ ത്രെഡും ഇങ്ങനെ വെക്കുക. ഈ ത്രെഡിനെ എടുത്തിട്ട് നമ്മൾ ഇതിലൊരു കെട്ടിടുകയാണ് ചെയ്യുന്നത്. ഈ ത്രെഡും ഇങ്ങനെ എടുത്ത് ഇതിൽ കണ്ടോ ഇങ്ങനെ ഒരു കെട്ടിട്ടു. അതുപോലെ തന്നെ ഈ ത്രെഡിൻ്റെ അറ്റം എടുത്തിട്ട് നമ്മൾ ഇവിടെയും ഇങ്ങനെ ഒരു കെട്ടിടുക. ഓക്കെ, നമുക്കിത് തമ്മിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ യോജിച്ച് വരും കണ്ടോ. ഇനി നമുക്ക് ഈ അറ്റം 2 എണ്ണം ചേർത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കണ്ടോ,
ഇനി നമ്മളിത് ഇങ്ങനെ വലിച്ചാലോ ഇങ്ങനെ ആക്കിയാലോ ടൈറ്റ് ആക്കിയാലോ ഒന്നും ഇത് വിട്ടു പോരില്ല കേട്ടോ. ഇത് അത്രയും ഇതായിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ത്രെഡൊക്കെ തീർന്നു പോകുമ്പോഴൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതിലും നന്നായിട്ട് ചേർത്ത് നമുക്ക് കട്ട് ചെയ്ത് വിടാനായിട്ട് പറ്റുമേ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടിട്ടു കേട്ടോ. ഇനി നമുക്കിത് ചെയ്യുമ്പം ഇതെങ്ങനെയാണ് ഉള്ളിൽ പോകുന്നത് എന്നുള്ളത് കാണിക്കാവേ. അടുത്തതിൽ 2 എണ്ണമാണ്. അടുത്തതിൽ 1 എണ്ണം. അപ്പം ഇത് കണ്ടോ, ഇത് അതിൻ്റെ ഉള്ളിൽ പോയി, അതങ്ങനെ കാണത്തൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിലാണ് ആ കെട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് എത്തി കേട്ടോ. ഇതിലിപ്പോൾ ഇനി 2 സ്റ്റിച്ചാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമുക്ക് 2 എണ്ണം ചെയ്യണം, പിന്നത്തെ ഇതിൽ 1 എണ്ണം ചെയ്യണം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ 3 സ്റ്റിച്ചായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2, 1 എന്നുള്ളത് 1, 1, 1 ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 1, അടുത്തതിലും 1 എണ്ണം, അടുത്തതിലും 1 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് ഈ 3 എണ്ണത്തിലോട്ടാണ് അറ്റാച്ച് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, നമ്മൾ ഈ 3 ലെയർ കഴിഞ്ഞ് കഴിയുമ്പം അടുത്തത് നമുക്ക് ഗ്രീൻ്റെ ഒരു ലെയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കളർ ഇവിടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ആദ്യം നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ജോയിൻ ചെയ്യുന്നത് ഗ്രീൻ ജോയിൻ ചെയ്തിട്ട് ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അതല്ലാതെ നമുക്ക് ഈ 3ാമത്തെ ഇതിലോട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുകയാണ്. എന്നിട്ട് വൈറ്റ് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പോവാം കേട്ടോ. ഈ ത്രെഡ് നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മളിത് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ചെയിൻ 1 ചെയ്തിട്ട് ത്രെഡ് നമുക്ക് കുറച്ച് നീളത്തിലിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ടൈറ്റാക്കുക. അപ്പോൾ ഇത് നമ്മളുടെ കഴിഞ്ഞു ഇവിടുത്തെ. ഇനി നമ്മൾ വേറെ എവിടെന്നെങ്കിലും നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. അതായത് എവിടെ നിന്ന് തുടങ്ങിയാലും നമ്മളുടെ ചെയിൻ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് ഗ്രീൻ കളർ ത്രെഡ് എടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടെടുക്കുക. ഈ ത്രെഡ് നമുക്ക് കോർത്ത് വിടാനായിട്ടുള്ള ലെങ്ത്തിന് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്കിത് ഏതെങ്കിലും ഒരു ചെയിനിൽ എവിടെന്നെങ്കിലും നമുക്കിതിങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എടുത്തു. എന്നിട്ട് മുകളിലോട്ട് 3 ചെയിൻ ചെയ്യുക. റൗണ്ടിൻ്റെ അടുത്ത പാറ്റേൺ ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഇതിൽ 12 എണ്ണം, അടുത്തത് ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്തു. അടുത്ത റൗണ്ട് 2, 1, 2, 1 എന്നുള്ള പാറ്റേണിൽ ചെയ്തു. അടുത്ത റൗണ്ട് നമ്മൾ 2, 1, 1 എന്നുള്ള പാറ്റേണിലാണ് ചെയ്യുന്നത് കേട്ടോ. റൗണ്ടിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് പോകുന്നത് എപ്പോഴും. അല്ലെങ്കിൽ 1, 1, 2 അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ 2, 1, 2, 1ലാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. 2, 1, 1, അടുത്തതിൽ 2, അതിൽ 1, 2, പിന്നെ 1, 1, 1, 1. ഇതുപോലെ നമ്മളുടെ ഇത് മുഴുവനും നമ്മൾ ഇവിടെ നിന്ന് ചുറ്റി ഇവിടം വരെ എത്തുന്നവരെ നമുക്ക് ചെയ്തിട്ട് വരാവേ. നമ്മളുടെ ഈ ഗ്രീൻ്റെ റൗണ്ട് ഏകദേശം തീർന്നു കേട്ടോ. അവസാനം 3 സ്റ്റിച്ചും കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പം 2, 1, 1 എന്നുള്ള രീതിയിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാവേ. രണ്ട്, ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. അവസാനത്തെ ഈ ഗ്രീൻ്റെ ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കൂടി വരും. ഇത് ഓൾറെഡി ഇതിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രീൻ്റെ ലെയർ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ 2, 1, 1 എന്നുള്ളതായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ലാസ്റ്റ് 1, 1.
എന്നിട്ട് നമ്മളിതാ ഇതിൽ മൂന്നാമത്തെ ഇതിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഗ്യാപ്പ് അങ്ങനെ വരുന്നില്ല അധികം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഗ്രീൻ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇങ്ങനെ ഈ വരുന്ന സ്കാലപ്പിംഗ് വരുന്നത് പോലെയുള്ള ഈ കേവ് സ്റ്റിച്ചുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ ചെയ്യാനായിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യുക. ഒരു ചെയിൻ ചെയ്തിട്ട് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കൊരു ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കാം. നമ്മൾ യാൺ ഓവർ ചെയ്തു. എന്നിട്ട് ഈ മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് 1 2 3 4 5 കണ്ടോ, 5 എണ്ണം ചെയ്തു. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ യാൺ ഓവർ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ ചുമ്മാ എടുത്തിട്ട് ദാ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റത്തെ കേവ് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അടുത്തത് നമ്മൾ 2 എണ്ണം വിട്ട് ഈ മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. 1 2 3 4 5. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരെണ്ണം വിട്ടിട്ട് അടുത്തതിലോട്ട് സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. ദാ 2 എണ്ണം വിട്ട് അടുത്തതിൽ 5 DC ചെയ്യുക. പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിവിടെ ആദ്യം ചെയ്ത് കയറി കഴിഞ്ഞപ്പം ഒരു ചെയിൻ ഇട്ടു, 2 എണ്ണം വിട്ടിട്ട് 5 DC ചെയ്തു. അത് കഴിഞ്ഞ് ഒരെണ്ണം വിട്ട് ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്തു. അത് കഴിഞ്ഞ് 2 എണ്ണം വിട്ടിട്ട് 5 DC ചെയ്തു. ഒരെണ്ണം വിട്ട് ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്തു. 2 എണ്ണം വിട്ട് 5 DC ചെയ്തു. ഇങ്ങനെ ലാസ്റ്റ് വരെ എത്തും. അപ്പം ഞാൻ കാണിച്ചു തരാവേ അവസാനം എത്ര സ്റ്റിച്ചാണ് വരുന്നതെന്ന്. നമ്മൾ ഇത് ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് 2 സ്റ്റിച്ച് വരെ എത്തി കേട്ടോ. അപ്പം ഇനി നമ്മൾ 2 സ്റ്റിച്ച് വിട്ടിട്ട് മൂന്നാമത്തെ ഇതിലാണ് ലാസ്റ്റത്തെ സ്കാലപ്പിങ്ങിൻ്റെ ഇത് ചെയ്യുന്നത്. 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. 2 3 4 5. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടോട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാവേ. നമ്മളിത് 5 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് കുറച്ച് നീളത്തിലിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു നീഡിലേക്ക് കോർക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്ത ഈ ചെയിനില്ലേ, ഇതിലേക്ക് വേണം നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതാ ഇതിങ്ങനെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങ് താഴോട്ട് എടുക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളുടെ ഇത് അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഭാഗം ഇങ്ങനെയായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്ത ആ ഭാഗത്തിലേക്കാണ് ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുന്നതിന് പകരം ത്രെഡ് ഇട്ട് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഈ ത്രെഡ് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ കോർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പം ഇതാണ്
ഇതിൻ്റെ ഗ്രീനും വൈറ്റും വെച്ച് കഴിയുമ്പോൾ ഉള്ളത്. ഇനി എങ്ങനെയാണ് റെഡ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. ഇതിപ്പോൾ കണ്ടോ, നമ്മളുടെ റൗണ്ട് ഞാൻ ഈ ത്രെഡും കാര്യങ്ങളും എല്ലാം ഉള്ളിലോട്ടൊക്കെ കയറ്റി വിട്ട് എല്ലാം നീറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആദ്യം ചെയ്ത് വെച്ച കോസ്റ്ററുമായിട്ട് ഒന്നിങ്ങനെ വെച്ച് നോക്കി കറക്റ്റ് സൈസ് തന്നെയാണോ എന്നുള്ളത്. നമ്മളിങ്ങനെ പെയർ കാര്യങ്ങൾ ചെയ്യുമ്പം ഇതിൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മളിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ റെഡ് കൊടുക്കാം. റെഡ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ലെയർ ചെയ്തില്ലേ ഗ്രീൻ, അവിടെയാണ് നമ്മൾ റെഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വീതം വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ അത് അടിയിലോട്ട് വരുന്ന മാതിരി ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ രണ്ട് സിംഗിൾ ചെയ്തത് മുകളിലോട്ടും ഈ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്തത് അടിയിലോട്ടും വരുന്ന മാതിരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ആക്കിയിട്ടും വേണമെങ്കിൽ ത്രെഡ് ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. ഇത് മുകളിലും ഇത് താഴെയായിട്ട് വരുന്ന മാതിരി. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു റെഡ് ത്രെഡ് എടുക്കുക. അത് ഇപ്പം എത്രയാണ് പറയുക, നിങ്ങൾക്ക് ഇതുപോലെ ഒരു കെട്ടിടാനും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ജസ്റ്റ് ഒരു ലെയറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ ആക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഇത്രയൊരു അളവിലാണ് കേട്ടോ അത് മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കോർത്തിട്ട് ഇതെടുക്കാം. ഇതുപോലെ. ഇനി 2 താഴെ വരിക, ഈ 2 മുകളിൽ വരും, ഈ 2 താഴെ പോവും, ഈ 2 മുകളിൽ വരും. അങ്ങനെയായിട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ പാറ്റേൺ ചെയ്യേണ്ടതും കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഗ്രീൻ്റെ ലെയർ പറഞ്ഞത്. അവസാനം നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതില്ലേ, അതങ്ങനെ ചെയ്യണ്ടെന്ന് കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. 2 ലെയർ ഇട്ട് ചെയ്താലും ഇത് ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ലാസ്റ്റ് ഇവിടം വരെ എത്തി കണ്ടോ. ഇതിൻ്റെ അടിഭാഗം വരെ എത്തിയിട്ട് നമ്മൾ അവിടെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടെ ഒരു ബോ ചെയ്തെടുക്കാം. ബോ ചെയ്യാനായിട്ട് അധികം പണിയൊന്നുമില്ല, നമ്മൾ ചുമ്മാ വെറുതെ ഒന്ന് കെട്ടിയെടുത്താൽ മതി. ഇങ്ങനെ വന്ന് ടൈറ്റായിരിക്കണം കേട്ടോ കെട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കെട്ടും കൂടി കെട്ടാം. നല്ല പോലെ ടൈറ്റായിട്ട് കെട്ടണം. എന്നിട്ട് ഇതിങ്ങനെ പയ്യെ വലിച്ച് അതിൻ്റെ സൈസിന് നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈസിന് ചെറുതാക്കാം. ഡബിൾ ഇട്ടാലും നല്ലതാണ് കേട്ടോ ത്രെഡ്. ഇനി നമ്മളുടെ ഈ 2 ഇതും നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നല്ല ടൈറ്റ് ആക്കണേ അത്. ഓക്കെ, നമ്മളുടെ കോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ. അങ്ങനെ നമ്മുടെ കോസ്റ്റർ റെഡിയായി. 2 നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നമുക്കൊരു ഡെക്കോർ പീസ് പോലെ നമുക്ക് ഫ്രണ്ട് ടേബിളിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ല ഭംഗിയാട്ടോ. യൂസ് ചെയ്യാനും പറ്റും, അതല്ലാതെ നമുക്ക് നല്ല ഭംഗിക്ക് വേണ്ടി വെക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റൗണ്ടിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ലാസ്റ്റ് ആ സ്കാലപ്പിംഗ് വരുന്നതിൻ്റെ പാറ്റേൺ ഒന്ന് പഠിച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ½ ആൻ അവർ പോലും വേണ്ട ഒരെണ്ണം തയ്ച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ബൈ.